എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇച്ചിരി വൈൻ ഉണ്ടാക്കിയാലോ. ഇനിയിപ്പോൾ വൈൻ ഇട്ടെന്നും പറഞ്ഞ് എനിക്കെതിരെ ആരും കേസിനൊന്നും പോകണ്ട. നമുക്ക് സാധാരണ നമ്മുടെ മുന്തിരിയും ഇച്ചിരി നമ്മുടെ അങ്ങാടിക്കടയിലെ വൈൻകൂട്ടും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമ്മളതിനകത്ത് നമ്മുടെ ഗോതമ്പ് പോലും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്നൊരു 3 ദിവസം കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് 3 ദിവസം, ഈ പ്രാവശ്യം ഇച്ചിരി താമസിച്ച് പോയി, ജോലിക്ക് പോക്കും തിരക്കും എല്ലാമായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം കൊണ്ട് നമുക്കൊരു 3 ദിവസം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വൈൻ ഇടാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി കളറുള്ള മുന്തിരിയല്ല, ചെറിയ പുളിയുണ്ട്, ഒത്തിരി കളറുമില്ല. നമ്മൾ കമ്പത്തിന് പോയപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് തോട്ടത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട വെള്ളത്തിനകത്ത് ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചിട്ട് നല്ലപോലെ 4-5 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് നല്ലപോലെ വെള്ളം തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ 1.5 കിലോ മുന്തിരി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന കൂട്ടെന്ന് പറയാനായിട്ട് ഒരു 4 കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് നമ്മളൊരു 2 വിസിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ആ 2 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മുന്തിരി നന്നായിട്ട് വെന്ത് അതിൻ്റെ പൾപ്പൊക്കെ അതിനകത്ത് ഇറങ്ങി നല്ലപോലെ കിട്ടും. അപ്പോൾ ഇച്ചിരി പുളി കൂടുതലാണ്, അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര നമ്മൾ കൂടുതലിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് പഞ്ചസാരയൊന്നും ചേർക്കാതെ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇതിനകത്തോട്ട് ഞാൻ 1.5 കിലോ മുന്തിരിക്ക് ഞാനൊരു 1.5 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 2 വിസിൽ അടുപ്പിച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ച് നമ്മുടെ വൈൻ ഭരണിക്കകത്താക്കി നമുക്കിടാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ 3 ദിവസം കൊണ്ടുള്ള നമ്മുടെ മുന്തിരി വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി വലിയ കളറുള്ള മുന്തിരിങ്ങയൊന്നുമല്ല. എന്നിട്ട് നന്നായിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലെടുത്ത് വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭരണി നന്നായിട്ട് കഴുകി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം വൈൻ ഇടുന്ന ഭരണിയാണ്. നമ്മൾ ഇച്ചിരി താമസിച്ച് പോയി പ്രാവശ്യം, തിരക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെയാണ് നല്ലപോലെ ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭരണിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കമ്പത്തിന് പോയപ്പോൾ നമ്മൾ കമ്പത്തുനിന്ന് മേടിച്ച മുന്തിരിയാണേ. ഞാൻ മറ്റേ അത് കൂട്ട് നമ്മുടെ മരത്തവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കൂട്ടൊരു ഇതിനകത്ത് ഇളക്കിയതേ ഉള്ളൂ. മരത്തവി ഉള്ളവരൊക്കെ അതിനകത്ത് ഇളക്കിക്കോണേ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് വേണ്ടുന്ന ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമേ തിളപ്പിച്ചപ്പോൾ ഇതിനകത്തേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് തിളപ്പിച്ചായിരുന്നു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ ഇന്നാണ് ഇങ്ങനെ ഇട്ടപ്പം അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇനി ഇത് നമ്മൾ വൈൻ കൂട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വൈൻ കൂട്ട് തരാൻ പറഞ്ഞ് അങ്ങനെ വൈൻ കൂട്ട് മേടിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഗോതമ്പില്ല, ബാക്കി എല്ലാ സാധനങ്ങളും പട്ട ഗ്രാമ്പു മല്ലി ഏലക്ക വേറെ നാട്ടിലുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഗോതമ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങാടിക്കടയിൽ ആകുമ്പോൾ എല്ലാം നല്ല അങ്ങനെ അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട പഞ്ചസാരയാണ്. ഞാനിത് 1.5 കിലോ മുന്തിരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിതിനകത്ത് ഒത്തിരി പഞ്ചസാര ചേർക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരം കൂടിപ്പോയെങ്കിൽ എല്ലാവരും ഷുഗറും ഒക്കെ ഉള്ളവരായതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ടൊരു 3/4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര കിലോ മുന്തിരി ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാനൊരു 3/4 കിലോ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പം നമ്മുടെ വൈൻ കൂട്ട് നമ്മൾ ചേർത്തു, നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കായും നമ്മളിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈസ്റ്റാണേ. അപ്പം ഞാനിത് വൈൻ കൂട്ടൊരു 1.5 കിലോ മുന്തിരിക്കിടാനുള്ള വൈൻ കൂട്ട് ചോദിച്ചപ്പോൾ 100 രൂപയ്ക്ക് എനിക്ക് തന്നതാണ്. ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാണേ.
അപ്പോൾ നമ്മൾ സാധാരണ ഈസ്റ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഈസ്റ്റ് നമുക്കൊരു ഇതും ഒരിച്ചിരി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു പേസ്റ്റ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കാവേ. എനിക്ക് മറ്റേ മരത്തവി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷത്തെ വൈനിടീട്ടോട് കൂടി മരത്തവി കൂട്ടിപ്പോയി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇന്നൊന്ന് നന്നായിട്ട് ഇളക്കി കെട്ടി വെക്കാം. എന്നിട്ട് നാളെ നമുക്ക് നന്നായിട്ടെടുത്ത് ഒന്ന് ഇളക്കി ഇടണേ. ഞാനിത് ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു അടപ്പ് പാത്രം വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ തുണിയിട്ട് കെട്ടുന്നത്. അപ്പോൾ നമുക്കിനി വേറൊരു തുണി വെച്ച് മൂടി ഞാൻ നല്ലപോലെ ഒന്ന് കെട്ടി ടൈറ്റാക്കി വെക്കാം. എന്നിട്ട് നാളെ നമുക്കെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കൊരു 3 ദിവസം കൊണ്ട് നല്ല വൈനാവും. ഇന്നിപ്പോൾ താമസിച്ച് പോയി. പിന്നെ നമുക്ക് നല്ല വീര്യമുള്ള നല്ല അടിപൊളി വൈന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം 3 ദിവസം കൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ വീണ്ടും എടുത്ത് ഇളക്കി വെക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ നമുക്കൊന്ന് എടുത്ത് നോക്കാവേ. അപ്പോൾ ഞാനിതെടുത്ത് എന്നും ഇളക്കി വെക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് 3 പറഞ്ഞാൽ കറക്റ്റ് ഇന്ന് 4 ദിവസമായി കേട്ടോ. നമ്മൾ കുറച്ചായിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചൊന്ന് ഒഴിക്കാവേ. ഇതുണ്ട് നല്ലപോലെ എല്ലാം വെന്ത് നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് ആദ്യമേ ഒന്ന് അരിച്ചൊഴിക്കാം. ഇതിപ്പോൾ അരിപ്പയില്ലെങ്കിൽ നല്ല കണ്ണകലമുള്ള നല്ല വെള്ളത്തുണിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ല നമ്മളിതിനകത്ത് ഒരു ബീട്രൂട്ടോ അല്ലാതെ ഒന്നും കളറുകളോ ഒന്നും നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് ഒത്തിരി കളറുള്ള മുന്തിരിങ്ങയല്ലായിരുന്നു, ഒത്തിരി മധുരമുള്ള മുന്തിരിങ്ങയല്ലായിരുന്നു. നമുക്കിങ്ങനെ ഒന്ന് ഞെക്കിനകത്തോട്ട് എല്ലാ വർഷമൊക്കെ ഇച്ചിരി കൂടുതൽ ഇടുന്നത്, ഇപ്രാവശ്യം ഒരു ശകലമേ ഇട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഈ പിശിരി ഇങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാതെ. ഇതേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള വൈൻ 3 ദിവസം കൊണ്ട് റെഡിയായി. പക്ഷേ ഇതിൻ്റെ ഇത് ഒന്ന് ഊറി നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ ഗ്ലാസ്സിനകത്ത് നമുക്കൊന്ന് ഊറ്റി നോക്കാമേ. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള വൈനിനകത്ത് നമ്മൾ ബീട്രൂട്ടൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വലിയ കളറുകളൊന്നുമില്ല. ഇത് ഒറിജിനൽ മുന്തിരി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വൈൻ കൂട്ടൂടെ ഉണ്ട്. പിന്നെ നമ്മളാരെയും മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഒരു ശകലം വൈൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇങ്ങനെ ഒരു ചെറിയ വൈനൊക്കെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ വൈൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും എന്നെ പിടിച്ച് വഞ്ഞിക്കിട്ടേക്കരുത്. നമ്മളിത് ജസ്റ്റ് ചുമ്മാ ഒരു മുന്തിരി നമ്മുടെ അങ്ങാടിക്കടയിലെ വൈൻകൂട്ട് മാത്രം ചേർത്ത് നമ്മൾ ഇട്ടതാണ്. ഇതിനകത്തൊരു ഗോതമ്പ് പോലും നമ്മളതിനകത്ത് ചേർത്തിട്ടുമില്ല. വേറെ കെമിക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.